എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എന്താണ് പരിശുദ്ധമായ ദീനി എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ദീൻ എന്ന് പറഞ്ഞാൽ? അതിൽ ഒന്നാമത്തെ ആശയം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ആരാധ്യനായി അല്ലാഹു അല്ലാതെ മറ്റൊരു വസ്തു, അത് എത്ര വലിയ ശക്തിയാണെങ്കിലും എത്രമേൽ ആദരിക്കപ്പെട്ടവരാണെങ്കിൽ പോലും അല്ലാഹുവിനല്ലാതെ ഇബാദത്തിന് അർഹതയില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ ഷഹാദത്ത് കലിമയിൽ ഒന്നാമത്തെ ആ കലിമയുടെ അർത്ഥം. ഇതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു ഏകനാണ്. അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശദമായി ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു. ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഹു അല്ലാഹു അഹദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാകുന്നു എന്ന്. ഈ ഏകനാവുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഏകനാണല്ലോ, ഓരോരുത്തരും അവരുടെ നഫ്സിലേക്ക് നോക്കിയാൽ ഒന്നാണ്. പക്ഷെ അതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ഏകത്വത്തിന്റെ അർത്ഥം? അല്ലാഹു ഏകനാണ് എന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാണ് അല്ലാഹു പറഞ്ഞത് അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദാണ്, അഥവാ അന്യാശ്രയമില്ലാത്തവനാണ്. അൽ മസ്മൂദു ഇലൈഹി ഫീ കുല്ലിൽ ഹാജാതി ഫിൽ കൗനി ഫീ ഖൽഖിഹി വഫീ സ്വലാഹിഹി ബഅദ കൗനിഹി എന്നിങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി തങ്ങൾ പറയുന്നുണ്ട്, ഇമാം മാതുരിദി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ അല്ലാഹു ഹുവൽ ഗനി വസായിറുൽ അശ്യാഇ മുഹ്താജുൻ ഇലൈഹി. ഇതാണ് അല്ലാഹു ഏകനാണ് എന്നതിനെ പെട്ടെന്ന് മനസ്സിലാക്കി തരാനുള്ള ഏറ്റവും പ്രഥമമായ അർത്ഥം, അതിന് വിശാലമായ അർത്ഥം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് വിശദീകരിച്ചു. ഞാൻ അങ്ങോട്ടേക്കൊന്നും കടക്കുന്നില്ല. സമദാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സയ്യിദുൽ മസ്മൂദു ഇലൈഹി അല്ലദീ ലഹു കമാലുസ് സിഫാത്തി വകമാലുൽ ഖുവ്വതി വഹുവൽ ഗനി. അവിടെയാണ് പോയിന്റ്. ഈ ആശയമാണ് അല്ലാഹു ഏകനാണ് എന്നതിന്റെ താല്പര്യം. ഈ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു ഏകനാണ് എന്ന് വിശ്വസിക്കലാണ് അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കല്. കഴിഞ്ഞില്ല. ലം യലിദ്, അത് മാത്രം പറഞ്ഞാ പോരാ. ലം യലിദ്, അല്ലാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, അവനെ മറ്റാരും പ്രസവിച്ചതുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ഒരു വസ്തുവും ഈ ലോകത്ത് ഇല്ല തന്നെ. അല്ലാഹു വളരെ വിശദമായി തൗഹീദ് എന്താണെന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ സുലുസല്ലേ, പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഈ പറയുന്ന സൂറത്ത്. ആ സൂറത്തിൽ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ ഡെഫിനിഷൻ കൃത്യമായി വിശദീകരിക്കുന്നു. ഇനി വേറെ ആരുടെയും വ്യാഖ്യാനം പുതുതായി ആവശ്യമില്ല. അല്ലാഹു പരമാധികാരിയാണ്. അത് തന്നെയാണ് ഫാത്തിഹയിലും പറഞ്ഞത്, അൽഹംദുലില്ലാഹ്. അതിന്റെ അർത്ഥം അല്ലാഹു പരമാധികാരിയാണ് എന്നാണ്. എല്ലാ ലഹുൽ കമാലാത്തു കുല്ലുഹാ, അതാണ് അതിന്റെ അർത്ഥം. റബ്ബുൽ ആലമീൻ, ലോകം മുഴുവനും അല്ലാഹുവിനെ ആശ്രയിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മൻദൂഖ് മഫ്ഹൂമാണ് പഠിപ്പിക്കുന്നത്. ഇவ்விധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വിശേഷണത്തെ കൃത്യമായി പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നത്. അവിടെയാണ് ഇബാദത്തിന്റെ മഅന വേർതിരിയുന്നത്. തഫ്സീർ തബരിയൊക്കെ നോക്കിയാൽ കാണാം, അയ്യാമൻ ഹാദിഹി സിഫത്തുഹു, ഈ വിശേഷണങ്ങൾ, ഈ പറഞ്ഞ വിശേഷണങ്ങൾ ഉൾക്കൊണ്ട, ഈ പറഞ്ഞ വിശേഷണങ്ങൾ കൊണ്ട് മുത്തസിഫായ റബ്ബേ, അതൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള വണക്കം അത് നിനക്ക് മാത്രമാണ്. അതൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള സഹായം തേട്ടം നിന്നോട് മാത്രമാണ്. വേറെ പല സഹായം തേട്ടങ്ങൾ ഉണ്ടാകും, പക്ഷെ അവർക്കൊന്നും സ്വന്തമായി ഒന്നുമില്ല. സ്വന്തമായി ഒന്നും അവർക്കില്ല. ലോകം മുഴുവനും, അത് അല്ലാഹുവിന്റെ റസൂലാണെങ്കിലും മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണെങ്കിലും ഈ പ്രപഞ്ചം മുഴുവനുമാണെങ്കിലും അവർക്ക് സ്വന്തമായി ഒന്നും തന്നെയില്ല. എല്ലാം നിന്നിൽ നിന്ന് കിട്ടിയിട്ട് വേണം എന്നംഗീകരിച്ചുകൊണ്ടുള്ള വണക്കവും എന്നംഗീകരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും ആ സഹായം തേട്ടവും ഒക്കെ നിനക്ക് മാത്രമാണ് എന്നംഗീകരിക്കുകയാണ്. ഇതാണ് തൗഹീദ്. ഈ തൗഹീദാണ് നമ്മിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്ത്
ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. അതിലും വലിയൊരു നിഅമത്ത് വേറെയില്ല. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതിനെ നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا. സൂറത്ത് മറിയമിൽ അല്ലാഹു തആല പറയുന്നു, ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു, ഇത്തഖദ റഹ്മാനു വലദാ, അല്ലാഹുക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, വളരെ ഗൗരവമേറിയ അപകടകരമായ കാര്യമാണ് അവർ പറയുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. അവർക്ക് അങ്ങനെ വിശ്വസിക്കാം. അതിന്റെ ഒരു ലാഞ്ചന പോലും, അതിന്റെ ഒരു അംശം പോലും നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു പോകരുത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു, ഈ വാക്ക് കേട്ട് ആകാശം പൊളിഞ്ഞു വീഴാനടുത്തു. വതൻഷഖുൽ അർളു, ഭൂമി പിളരാനടുത്തു. വതഖിറുൽ ജിബാലു ഹദ്ദാ, പർവ്വതങ്ങൾ പൊടിയുകയാണ്, പർവ്വതങ്ങൾ പൊടിപൊടിയുകയാണ്, പർവ്വതങ്ങൾ പൊടിയാനടുത്തു. എന്തിന്റെ പേരിൽ? അൻദഉ ലിർറഹ്മാനി വലദാ, അല്ലാഹുക്ക് മകനുണ്ട് എന്നവർ പറഞ്ഞതിന്റെ പേരിൽ. അത്രമേൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത, ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് ചേർക്കാൻ പറ്റാത്ത. എന്താണ് അതിന്റെ താല്പര്യം? അള്ളാഹ്ക്ക് മറിയം ബീവിനെ അങ്ങോട്ട് കണ്ടപ്പോ പിന്നെ ആകെ കണ്ട് മാറിയ ആള്, പിന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല, കേറി പിടിച്ചു. ഇതല്ലേ ഈ പറയുന്നത്? ഇങ്ങനെ അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറയുന്നത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു, ആകാശം പൊളിഞ്ഞു വീഴുന്ന അപകടകരമായ വാക്കാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വതൻഷഖുൽ അർളു, ഭൂമി പിളരാനടുത്തു. വതഖിറുൽ ജിബാലു ഹദ്ദാ, പർവ്വതങ്ങൾ പൊടിഞ്ഞു വീഴാനടുത്തു. അൻദഉ ലിർറഹ്മാനി വലദാ വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് അതിന്റെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ? വൽ മഅന അന്ന ഹൗല ഹാദിഹിൽ കലിമ വഇളമഹാ അല്ലെങ്കിൽ വഅളമതഹാ ബിഹൈസു ലൗ തസവ്വറത് അല്ലെങ്കിൽ ലൗ തസവ്വറത് ബിസൂറത്തിൻ മഹ്സൂസ ലം തതഹമ്മൽഹാ ഹാദിഹിൽ അജ്റാം അൽ അജ്റാമുൽ ഇളാം വതഫത്തതത് മിൻ ശിദ്ദതിഹാ. ആ വാക്കിനെ ഒരു ഭൗതിക വസ്തു പോലെ അതിനെ രൂപപ്പെടുത്തിയാൽ അതിനെ താങ്ങാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനെ കേൾക്കാനുള്ള കഴിവ് ആകാശത്തിന് പോലുമില്ല, ഭൂമിക്കില്ല, പർവ്വതങ്ങൾക്കില്ല. അത്രമേൽ വൃത്തികെട്ട വാക്കാണ് ആ വാക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വിധത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ, ഈ വിശ്വാസത്തെ അതിന്റേതായ മെറിറ്റോടുകൂടെ കാത്ത് സംരക്ഷിക്കുകയും അല്ലാത്തതിനോടൊക്കെ ആ വിധത്തിലുള്ള അകലവും വെറുപ്പും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുക, അതിനെ നിലനിർത്തുക എന്നത് ഉമ്മത്തിന്റെ ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചതാണ്. നമുക്ക് ചിലപ്പോ നിർബന്ധ സാഹചര്യത്തിൽ നമുക്ക് പലതരത്തിൽ സഹകരിക്കേണ്ടി വരും. അപ്പോഴൊക്കെ നാം ഈ അടിസ്ഥാന വിഷയത്തെ മറന്നു പോവാതെ സൂക്ഷിക്കണം. ഇவ்விധത്തിൽ നമ്മുടെ തൗഹീദിനെ കാത്തു സൂക്ഷിക്കണം എന്നതാണ് ഒന്നാമത്തെ അമാനത്ത്. ഒന്നാമത്തെ വിഷയം അതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഏകത്വത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാന ശീല അതിനെ നിലനിർത്തുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ബാധ്യത. എന്നാൽ അതിന്റെ പേരിൽ ശിർക്കല്ലാത്തതിനൊക്കെ ശിർക്കാക്കി, അതിനൊക്കെ തൗഹീദിന്റെ നവാഖിദാക്കി എന്തെങ്കിലും പോയത്തങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതൊന്നും ദീനാവുകയില്ല. ചില ആളുകൾ പറയുന്നു അള്ളാഹുവിൽ ശിർക്കേൽപ്പിക്കുക എന്ന് പറയുന്നത്, അള്ളാഹുവിൽ മറ്റു പല വസ്തുക്കളെ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് വലിയ അപകടമാണ്, ശരിയാണ്, അപകടമാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് തോന്നിയതിനൊക്കെ അങ്ങോട്ട് ശിർക്കാക്കുക. അത് പറ്റുമോ? അത് പറ്റില്ലല്ലോ. ശരിയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുന്നുണ്ട്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നിങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു, നബിയെ തങ്ങൾക്കും തങ്ങളുടെ മുൻഗാമികളായ അമ്പിയാക്കൾക്കും അല്ലാഹു വഹി നൽകിയതാണ്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. തങ്ങളിൽ നിന്ന് അല്പം ശിർക്ക് സംഭവിച്ചാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് ഒരൽപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ ലയഹ്ബതന്ന അമലുക, തങ്ങളുടെ സകല അമലും പൊളിഞ്ഞു പോകും. ഒരു മനുഷ്യൻ 60, 70, 80 വയസ്സ് വരെ ജീവിച്ചു.
ഒരുപാട് നന്മകൾ ചെയ്തു. ഈ നന്മകളൊക്കെ നിഷ്ഫലമാകും. മരിക്കുന്ന സമയത്തോ അതിന്റെ മുമ്പോ അവരിൽ നിന്ന് ഒരു ശിർക്ക് സംഭവിച്ചു പോയാൽ. അതുകൊണ്ട് വളരെ അപകടകരമാണ്, കാത്തു സൂക്ഷിക്കേണ്ടതാണ്. കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ഈമാനിനെ സംരക്ഷിക്കേണ്ടതാണ്. അത് ശിർക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് വരുന്ന പല രൂപങ്ങളുണ്ട്. അതിനെയൊക്കെ നാം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോവുകയല്ല. എന്നാൽ ഈ ആയത്ത് ഓതുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അള്ളാഹു ആദരിച്ചവരെയും ആദരിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ ശിലയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പോലെ രണ്ടാമത് അത് 1000 വട്ടം പറഞ്ഞാലും ഒരാൾ മുസ്ലിം ആകുന്നില്ല. തൊട്ടടുത്ത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അതും പറയണം. അതിനോട് ബന്ധപ്പെട്ട അതിന്റെ അനുബന്ധമായ കാര്യങ്ങളൊക്കെ അംഗീകരിക്കണം. അവിടെ നിങ്ങൾ മനസ്സിലാക്ക്, പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, യാ അയ്യുഹൻ നബിയു ലാ തർഫു യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ് അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുകയാണ്. സൂറത്ത് ഹുജറാത്തിൽ നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിങ്ങൾ വളരെ വിനയത്തോടുകൂടെ സൗമ്യമായി ശബ്ദം താഴ്ത്തി സംസാരിക്കണം. അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വരുമ്പോൾ അവരുടെ ശബ്ദത്തെക്കാൾ ഉയരാതെ വളരെ അച്ചടക്കത്തോടുകൂടെ സംസാരിക്കണം. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുസ് സാദാത്ത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ സംസാരിച്ചു പോകരുത്. അങ്ങനെ സംസാരിച്ചു പോകരുത്. അങ്ങനെ സംസാരിച്ചാലോ അൻ തഹ്ബത അഅമാലുകും, നിങ്ങളുടെ അമല് പൊളിയും. ശിർക്ക് വന്നാൽ അമല് പൊളിയുമെങ്കിൽ മഹാന്മാരെ ചെറുതാക്കിയാലും അമല് പൊളിയും. ഇതാന്റെ പേരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. ഇത് ഉൾക്കൊള്ളുന്നവരുടെ പേരാണ് സുന്നികൾ എന്ന്. ഇവിടെ ചില തൗഹീദിക്കാരുണ്ട്, അവർക്ക് ശിർക്ക് മാത്രമേ പറയാൻ അറിയൂ. തഅലീമു മാ അല്ലാഹയെ സംബന്ധിച്ച് ഒരക്ഷരം അവർ ഉരിയാടുകയില്ല. അവർക്കതിന് സാധ്യമല്ല. അവരുടെ കിബർ അതിനവർ സമ്മതിക്കുകയില്ല. അലൈഫ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അവർക്കതിന് സാധ്യമല്ല. എന്നാൽ നമുക്ക് അല്ലാഹുവിന്റെ ഏകത്വത്തെ അതിന്റേതായ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിക്കുകയും അത് പ്രവൃത്തിപഥത്തിൽ നടപ്പിലാക്കുകയും ചെയ്യാൻ ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായി നമ്മൾ പറയുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒപ്പം തന്നെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന നമ്മൾ അതിന്റെ ഒപ്പം ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായി നമുക്കതിന്റെ ഒപ്പം പറയാനുള്ളതാണ് അള്ളാഹുവിന്റെ ഹക്കിനെ മാനിക്കുന്നതോടൊപ്പം അള്ളാഹിന്റെ ഇഷ്ടദാസന്മാർ, അള്ളാഹു തെരഞ്ഞെടുത്ത മഹത്തുക്കളായ അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവരോടുള്ള ബഹുമാനത്തെ കാത്തു സൂക്ഷിക്കണം. അത് സൂക്ഷിച്ചില്ലെങ്കിലുള്ള അപകടം, ശിർക്ക് സംഭവിച്ചാൽ അമല് പൊളിയുമെങ്കിൽ അതേ അപകടം തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അവമതിച്ചാൽ അമല് പൊളിയും. നീ എത്ര ഹജ്ജ് ചെയ്തിട്ടും നീ എത്ര തൗഹീദ് പ്രസംഗിച്ചിട്ടും കാര്യമുണ്ടാവുകയില്ല. അൻ തഹ്ബത അഅമാലുകും, നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകും. എന്നാൽ അവിടെ ഒന്നുകൂടെ ഗൗരവമുണ്ട്. അമല് പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു നിർത്തിയില്ല. അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, അത് നിങ്ങൾ അറിയുക പോലുമില്ല. അറിഞ്ഞാ തൗബ ചെയ്യുമല്ലോ, അറിഞ്ഞാ പിന്നെ മാപ്പ് അപേക്ഷിക്കുമല്ലോ. പക്ഷെ അതിന് നിങ്ങൾക്ക് അവസരം ഉണ്ടാവില്ല. നിങ്ങൾക്കിത് തെറ്റാന്ന് തോന്നില്ല. ഇത് ഞങ്ങൾ ചെയ്യുന്നത് വലിയ മഹത്വമാണ്. അവരോട് നന്മ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ നന്മയാണ് ചെയ്യുന്നത് എന്നവര് പറയും. വയഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അങ്ങനെ അവർ ധരിക്കുന്നത്. ഞങ്ങൾ ഒന്നാം തരം തൗഹീദാണ് പറയുന്നത്, ഞങ്ങൾ ഒന്നാം തരം സുന്നത്താണ് പറയുന്നത് എന്നാണ് അവരുടെ ധാരണ.
എത്ര ഉഷാറാണെന്ന് അവർ ധരിക്കുന്നത്. അള്ളാഹ് പറഞ്ഞത് എത്ര കൃത്യമാണ്. നിങ്ങളുടെ അമല് പൊളിഞ്ഞിരിക്കുന്നു, അത് ഇനിയും പൊളിയും. അത് അള്ളാഹുവിന്റെ അടുത്ത് മഖ്ബൂലല്ല. അത് മഖ്ബൂലല്ല എന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ശുഊർ പോലുമില്ല. അതുകൊണ്ട് അതിന് നിങ്ങൾക്ക് തൗബ ചെയ്യാനും സാധ്യമല്ല. മൻ ആദാലി വലിയൻ ഫഖദ് ബാറസനി ബിൽ മുഹാറബ. തൗബയില്ലാത്ത കുറ്റമാണ് അള്ളാഹിന്റെ ഔലിയാക്കളെ നിന്ദിക്കലെന്നാണ് ആ പറഞ്ഞത്. അള്ളാഹുമായി യുദ്ധത്തിലാണെന്ന് പറഞ്ഞാൽ പിന്നെ അവന് ജയമില്ല എന്നർത്ഥം. ഖിയാമത്ത് നാളെ വരെ ലാനത്തുണ്ട്. അള്ളാഹ് ബഹുമാനിച്ച അള്ളാഹിന്റെ ഖലീഫയായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കരിച്ചതാ കാരണം. യൗമുദ്ദീൻ വരെയാണ് തൗബ സ്വീകരിക്കുന്ന സമയം. അപ്പൊ തൗബയില്ലാത്ത കുറ്റമാണ് അള്ളാഹുവിന്റെ ഔലിയായിനെ, അംബിയായിനെ അവർക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ വകവെച്ചു കൊടുക്കാതിരിക്കുന്നത് എന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇത് രണ്ടിനെയും, തൗഹീദിനെ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം അതിന്റെ തുടർച്ചയായ അതിന്റെ അനുബന്ധമാണ് അള്ളാഹുവിന്റെ അതിന്റെ ലവാസിമിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ആദരിക്കുക, സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയിൽ അധ്യായമിട്ടിട്ടില്ലേ? ബാബു മൻ ഇസ്തആന ബിൽ ളുഅഫാഇ വസ്സാലിഹീന ഫിൽ ഹർബ്. യുദ്ധത്തിൽ സാലിഹീങ്ങളെ കൊണ്ട് സഹായം തേടുന്നതിന്റെ അധ്യായം. സാലിഹീങ്ങളെ കൊണ്ട് സഹായം തേടുന്നു. ബാബു മൻ ഇസ്തആന ബിൽ ളുഅഫാഇ വസ്സാലിഹീന ഫിൽ ഹർബി. യുദ്ധത്തിൽ ളുഅഫാഇന് എന്താ പണി? ളുഅഫായിൽ അഖ്വിയ അല്ലേ യുദ്ധത്തിന് വേണ്ടത്? മസിൽ പവറുള്ള ആളുകളല്ലേ യുദ്ധത്തിന് വേണ്ടത്? അതല്ലേ ഭൗതിക മാർഗം? ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഫത്ഹുൽ ബാരിയിൽ കാണാം, ഐ ബി ബറകതിഹിം വദുആഇഹിം, അവരുടെ ബറക്കത്ത് കൊണ്ട് സഹായം തേടുന്നു. അതാ അഭൗതിക രൂപത്തിലുള്ള സഹായമല്ലേ? ഇമാം ബുഖാരി മുശ്രിക്കാണോ? അത് ഉദ്ധരിച്ച അതുമായി ബന്ധപ്പെട്ട ഹദീസ് പ്രധാനമായി 2 ഹദീസാണ് കൊണ്ടുവന്നത്. അതിൽ രണ്ടാമത്തെ ഹദീസ് ഏതാണെന്നറിയോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യഗ്സു ഫിആമു മിനൻ നാസ്, ജനങ്ങൾ യുദ്ധം ചെയ്യും, അവർക്ക് യുദ്ധം പ്രയാസപ്പെടും. ആ സമയത്ത് വയുനാദി വിളിച്ചു പറയും, ഹൽ ഫീകും മൻ സാഹബ റസൂലല്ലാഹ്, എവിടെയെങ്കിലും വല്ല സഹാബിമാരുണ്ടോ നോക്കൂ. അപ്പൊ സഹാബിമാരൊന്നും ഉള്ള കാലല്ല, അപൂർവമാണ്, പരിസരത്തൊന്നുമില്ല. താബീങ്ങൾ യുദ്ധം ചെയ്യുന്നു. അപ്പോ യുദ്ധം പ്രയാസം അനുഭവിക്കുമ്പോൾ അവർ വിളിച്ചു പറയുകയാണ്, എവിടെയെങ്കിലും ഒരു സഹാബി ഉണ്ടോ എന്ന് നോക്കൂ. ആ സഹാബി വരുന്നു, ഫയുഫ്തഹു ലഹും, അവരുടെ ബറക്കത്ത് കൊണ്ട് അവർക്ക് യുദ്ധത്തിൽ വിജയമുണ്ടാകുന്നു. അഭൗതിക രൂപത്തിലല്ലേ? സഹാബി വന്നിട്ട് ആയുധമെടുത്ത് യുദ്ധം ചെയ്യുകയല്ല, അവരുടെ ആ ഹുദൂറിന്റെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹിന്റെ റസൂലിനെ തൊട്ട, അള്ളാഹിന്റെ റസൂലിനെ കണ്ട ആ സുഹബത്തിന്റെ ബറക്കത്ത്, ആ ബറക്കത്ത് അവിടെ ഹാദിറാകുമ്പോൾ അതിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് സഹായം ലഭ്യമാകുന്നു, യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്യുന്നു എന്ന ഹദീസാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ അതിൽ കൊണ്ടുവന്നത്. ഈ ഹദീസും തത്തുല്യമായ മറ്റൊരു ഹദീസും ഉദ്ധരിച്ചുകൊണ്ടാണ് മഹാന്മാരെ കൊണ്ടും മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ടും മഹാന്മാരുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ സ്വലാത്ത് കൊണ്ടുമൊക്കെ അവരുടെ ദുആ കൊണ്ടുമൊക്കെ സഹായം തേടുന്നത് അത് തൗഹീദാണ്, അത് പുണ്യകർമ്മമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ സമർത്ഥിക്കുന്നത്.